പേളി ശ്രീനിഷ് താരദമ്പതികൾക്ക് ആരാധകർ ഏറെയാണ്. ഇവർക്കൊപ്പം 2 മക്കൾ കൂടിയെത്തുന്ന ഫാമിലി വ്ലോഗുകൾക്കാണ് കാഴ്ചക്കാർ ഏറെയുമുള്ളത്. മൂത്ത മകൾ നില ജനിച്ച് കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ തന്നെ പേളി വീണ്ടും ഗർഭിണിയാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഒരു തവണ കൂടി പ്രസവവേദന അനുഭവിക്കാൻ താനില്ലെന്നായിരുന്നു പേളി പറഞ്ഞത്. എന്നാൽ രണ്ടാമതും പേളി ഗർഭിണിയാണെന്ന വാർത്ത സന്തോഷത്തോടെയാണ് ആരാധകരുമായി പങ്കുവച്ചതും. വീണ്ടും ഒരു കുഞ്ഞുണ്ടാകുമോ എന്ന് ആരാധകർ ചോദിച്ചപ്പോഴും നേരത്തെ നൽകിയ മറുപടിയായിരുന്നു പേളി കഴിഞ്ഞ കുറച്ചു കാലത്തിനിടെയും നൽകിയത്. ക്ലാസ്സിലെ പഠിപ്പിസ്റ്റായ കുട്ടി പരീക്ഷയ്ക്ക് കയറുമ്പോഴും താനൊന്നും പഠിച്ചില്ലടാ എന്ന് പറയുകയും മാർക്ക് വരുമ്പോൾ ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യുന്ന പഠിപ്പിസ്റ്റ് കുട്ടിയുടെ പതിവ് പല്ലവിയാണ് പേളിയുടെ ആ വാക്കുകളെന്ന് ആരാധകർക്കും ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പേളിയും ശ്രീനിഷും മൂന്നാമതൊരു കുഞ്ഞിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങുകയാണെന്ന് ഇവരുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന റിപ്പോർട്ട് 100% സത്യമാണെന്ന് വിശ്വസിക്കാം. ആ സത്യം ചൂണ്ടിക്കാട്ടുന്നതാണ് നടനും ഇരുവരുടെയും സുഹൃത്തുമായ അരിസ്റ്റോ സുരേഷ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ പേളി മൂന്നാമതും ഗർഭിണിയാകുവാൻ പോവുകയാണെന്ന് അറിഞ്ഞുവെന്നും മൂന്നാമത്തെ കുട്ടി ആൺകുട്ടിയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞത്. ആരോ പറഞ്ഞാണ് പേളി വീണ്ടും ഗർഭിണിയാണെന്ന് അറിഞ്ഞതെന്നാണ് അരിസ്റ്റോ സുരേഷ് പറഞ്ഞത്. എല്ലാം കൂടി ചേർത്ത് വായിച്ചാണ് പേളിഷിന് വീണ്ടും കുഞ്ഞു പിറക്കാൻ പോവുകയാണോ എന്ന് ഏറെയും പേർ സംശയം പ്രകടിപ്പിച്ചത്. മറ്റു ചിലർ സ്ക്രിപ്റ്റ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ടതാണോ ഹാപ്പി ന്യൂസ് എന്നും ചോദിച്ചിട്ടുണ്ട്. എങ്കിലും ആരാധകർ കമന്റ് ബോക്സ് നിറയെ പേളിയും ശ്രീനിയും മറച്ചുവെക്കുന്ന ആ വലിയ രഹസ്യത്തെക്കുറിച്ച് നടത്തുന്ന ചർച്ചകളും പ്രവചനങ്ങളും ഒക്കെയാണ്. അടുത്തിടെ മെറീന കുരിശിങ്കലിന്റെ വെളിപ്പെടുത്തലിന് ശേഷം നിരന്തരം പേളിയെയും ശ്രീനിഷിനെയും കുറിച്ച് വിവാദപരമായ കുറിപ്പുകളും വീഡിയോകളും വാർത്തകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. പ്രണയത്തിലാകും മുമ്പുള്ള ഇരുവരുടെയും ജീവിതമടക്കം ചർച്ചയാകുകയും ചെയ്തു. അതിന്റെ പ്രതിഫലനം ഇരുവരുടെയും കമന്റ് ബോക്സുകൾ കാണാം. അതേസമയം കഴിഞ്ഞ ദിവസം പേളി പങ്കുവച്ച 12 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള വ്ലോഗാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അടുത്തിടെയായി ഇരുവരും കൊച്ചിയുടെ ഹൃദയഭാഗത്ത് കായലിനോട് ചേർന്ന് ഒരു ലക്ഷറി ഫ്ളാറ്റ് സ്വന്തമാക്കിയിരുന്നു. ശ്രീനിഷിന്റെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം അതിന്റെ പാലുകാച്ചൽ ചടങ്ങ് പേളിയും ശ്രീനിഷും നടത്തുകയും ചെയ്തു. പേളിയുടെ മാതാപിതാക്കളും ആന്റിയും ശ്രീനിഷിന്റെ മാതാപിതാക്കളും മാത്രം പങ്കെടുത്ത ചെറിയ ചടങ്ങായിരുന്നു പാലുകാച്ചൽ. അടുത്തിടെ വീടിന്റെ ഇന്റീരിയർ പൂർത്തിയായ ശേഷം പേളി ഹോം ടൂർ വീഡിയോയും പങ്കിട്ടിരുന്നു. അന്ന് വീഡിയോ കണ്ട് പ്രേക്ഷകരിൽ പലർക്കും ഉണ്ടായിരുന്ന പരാതി വീടിന് ഒട്ടും സ്പേസ് ഇല്ല എന്നതായിരുന്നു. കിഡ്സ് റൂമിന് പോലും ആവശ്യമായ വീതിയും നീളവും ഇല്ലെന്നും കമന്റുകൾ വന്നു. എന്നാൽ ഈ ഫ്ളാറ്റ് സ്ഥിരതാമസത്തിനായി പേളി വാങ്ങിയതല്ലത്രേ. വീക്കെൻഡ് ഹൗസ് എന്ന രീതിക്കാണ് ഈ പുതിയ ഫ്ളാറ്റ് ഉപയോഗിക്കാൻ പോകുന്നതെന്നും എ വീക്കെൻഡ് ക്രിയേറ്റീവ് ഹോമായിട്ടാണ് ഇത് വാങ്ങിയതെന്നുമാണ് പേളി പറഞ്ഞത്. ഇതോടൊപ്പം ഒരു ഹാപ്പി ന്യൂസ് കൂടി ഞങ്ങൾക്ക് പറയാനുണ്ടെന്നും ഇരുവരും പറഞ്ഞിരുന്നു. പക്ഷേ അതിപ്പോൾ പറയുന്നില്ല. വളരെ സ്പെഷ്യലായ ന്യൂസാണ്. വൈകാതെ നിങ്ങളോട് ഞങ്ങൾ പറയാം. പിന്നാലെയാണ് താരദമ്പതികൾക്ക് പറയാനുള്ള ഹാപ്പി ന്യൂസ്. മൂന്നാമത്തെ കുഞ്ഞാണ് എന്നത് സംബന്ധിച്ച് ആരാധകരുടെ ചർച്ച കമന്റ് ബോക്സിലും എത്തിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.